സൈബർ അധിക്ഷേപ കേസിൽ കെ.എം. ഷാജഹാൻ പോലീസ് അറസ്റ്റിൽ. ആക്കുളത്തെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. എറണാകുളം റൂറൽ പോലീസാണ് വസതിയിലെത്തി ഷാജഹാനെ കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, എപ്പോഴാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നത്? ഏതെല്ലാം വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്? രോഹിണി, കുറച്ച് മുൻപായിരുന്നു കെ.എം. ഷാജഹാനെ ആക്കുളത്തെ വസതിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത നടപടികൾ ഉണ്ടായത്. എറണാകുളം റൂറൽ പോലീസ് എത്തിയാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വൈദ്യപരിശോധനയൊക്കെ തന്നെ കൊച്ചിയിലായിരിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ആലുവയിലെ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം എത്തുകയും അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ശേഷം തിരികെ വന്നതിന് ശേഷവും ഇദ്ദേഹം വീണ്ടും 2 വീഡിയോകൾ പരാതിക്കാരിയെ അധിക്ഷേപിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ FIRലെ വിശദാംശങ്ങളെല്ലാം പുറത്തു പറയുന്ന രീതിയിലും 2 വീഡിയോകൾ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണ്ടും പരാതിക്കാരി ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുകയും അദ്ദേഹത്തെ ആക്കുളത്തെ വീട്ടിൽ വന്ന് പോലീസ് പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടികളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയാണ്. തുടർ നടപടികളെല്ലാം കൊച്ചിയിൽ പോയതിനു ശേഷമായിരിക്കും എന്നാണ് നമുക്ക് ഈ മണിക്കൂറിൽ അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സൈബർ ആക്രമണം അല്ലെങ്കിൽ ഇത്രയും വളരെ മോശപ്പെട്ട രീതിയിൽ സ്ത്രീകളോട് പെരുമാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. കേസ് രജിസ്റ്റർ ചെയ്ത് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ശേഷം ഇപ്പോൾ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതും വേറൊരു കാര്യത്തിനുമല്ല, അദ്ദേഹത്തെ ചോദ്യം ചെയ്തതിന് ശേഷം വിട്ടയച്ചതിന് ശേഷം അദ്ദേഹം പോസ്റ്റ് ചെയ്ത 2 വീഡിയോകളിൽ FIRന്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇദ്ദേഹം വീഡിയോ ചെയ്തത്. ആ വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം എന്ന് പറയുന്നത്. എന്തായാലും ആക്കുളത്തെ വീട്ടിൽ നിന്നാണ് ഇദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് നമുക്ക് ഈ മണിക്കൂറിൽ അറിയാൻ കഴിയുന്നത്. കുറച്ച് മുൻപായിരുന്നു അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്തായാലും തുടർ നടപടികൾ എന്തൊക്കെയാകുമെന്ന് നമുക്ക് വരും മണിക്കൂറിൽ മാത്രമായിരിക്കും മനസ്സിലാക്കാൻ സാധിക്കുക. പരാതിക്കാരി വീണ്ടും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ശരി, ശ്രീനന്ദ SP ആണ് വിവരങ്ങൾ നൽകിയത്.